ലോകാവസാനം വന്നാൽ എന്ത് സംഭവിക്കും? നമ്മളൊക്കെ എന്തു ചെയ്യുമെന്നറിയില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിനും അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർക്കും രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. അതാണ് ഡൂംസ്ഡേ പ്ലെയിൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഈ വിമാനമാണ് താരം. വാഷിംഗ്ടണിലും ലോസ് ഏഞ്ചൽസിലുമൊക്കെ ഈ ഭീകരനെ കണ്ടതോടെ ആളുകൾ ആകെ പേടിയിലാണ്. ലോകത്ത് യുദ്ധഭീതി നിലനിൽക്കുന്ന ഈ സമയത്ത് തന്നെ ഇതിനെ പുറത്തിറക്കിയത് എന്തിനാണ്? എന്താണ് ഈ വിമാനത്തിന്റെ പ്രത്യേകത? നമുക്ക് നോക്കാം. ബോയിങ് E-4B നൈറ്റ് വാച്ച് എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്. ലളിതമായി പറഞ്ഞാൽ പറക്കുന്ന ഒരു പെന്റഗണാണിത്. ഭൂമിയിൽ ഒരു ആണവ യുദ്ധം നടക്കുകയോ അല്ലെങ്കിൽ അമേരിക്കയുടെ കൺട്രോൾ റൂമുകൾ തകരുകയോ ചെയ്താൽ പ്രസിഡന്റിന് രാജ്യത്തെ നിയന്ത്രിക്കാനുള്ള പറക്കും കൊട്ടാരമാണിത്. ഇതിന്റെ സാങ്കേതിക വിദ്യ കേട്ടാൽ നമ്മൾ ഞെട്ടും. ഇതൊരു സാധാരണ വിമാനമല്ല. ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് അഥവാ ആണവ സ്ഫോടനം മൂലമുണ്ടാകുന്ന തരംഗങ്ങൾ അടിച്ചാൽ പോലും ഈ വിമാനത്തിന് ഒന്നും സംഭവിക്കില്ല. ഇതിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അത്രയ്ക്ക് പവർഫുള്ളാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന് നിലത്തിറങ്ങാതെ ദിവസങ്ങളോളം പറക്കാൻ കഴിയുമെന്നതാണ്. ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനം ഇതിനുണ്ട്. 1970-കൾ മുതൽ ഈ വിമാനങ്ങൾ അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമാണ്. 9/11 ഭീകരാക്രമണം നടന്ന സമയത്താണ് ഇതിന്റെ ആവശ്യം അമേരിക്കയ്ക്ക് ശരിക്കും മനസ്സിലായത്. സാധാരണയായി ഈ വിമാനങ്ങൾ ആരും കാണാതെ രഹസ്യമായിട്ടാണ് സൂക്ഷിക്കാറുള്ളത്. അങ്ങനെയുള്ള വിമാനം പെട്ടെന്ന് പ്രധാന നഗരങ്ങളിൽ കണ്ടതാണ് ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് കാരണം. ശരിക്കും യുദ്ധം വരാൻ പോകുകയാണോ? പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. പതിവ് പരിശീലനത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയോ ആകാം വിമാനം പുറത്തിറക്കിയത്. എങ്കിലും ലോകം മുഴുവൻ അശാന്തി പുകയുമ്പോൾ ഡൂംസ്ഡേ പ്ലെയിൻ ആകാശത്ത് കാണുന്നത് അത്ര നല്ല ലക്ഷണമായി പലരും കാണുന്നില്ല. എന്തായാലും ഭൂമിയിൽ എന്ത് ദുരന്തം നടന്നാലും അമേരിക്കൻ ഭരണകൂടം സുരക്ഷിതമായിരിക്കും എന്ന് ചുരുക്കം. ഈ വിമാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ കൗതുകകരമായ അറിവുകൾക്കായി എലിഫന്റ് തിങ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.